ആലപ്പുഴ കുട്ടനാട്ടിലും കാട്ടുപന്നി എത്തി. പാടശേഖരത്തിൽ നിന്ന് കയറി വന്ന കാട്ടുപന്നി വിളകൾ നശിപ്പിച്ചു. പിന്നീട് ഈ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. വിവരങ്ങളുമായി രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ആലപ്പുഴയിലും ഇതാ കാട്ടുപന്നി എത്തുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പല സ്ഥലങ്ങളിലേക്കുമൊക്കെ കാട്ടുപന്നി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. സ്വാഭാവികമാണ്, നഗരപ്രദേശങ്ങളിലും കാട്ടുപന്നി എത്തുന്നുണ്ട്. ഇങ്ങനെ സാധാരണ രീതിയിൽ ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലൊന്നും ഇത്തരം കാട്ടുജീവികളുടെ ആക്രമണം ഉള്ളതായിട്ട് അറിയില്ല. ഇപ്പോൾ എത്ര നാളായി ഇത്തരം ഒരു ശല്യം ആ പ്രദേശങ്ങളിലും തുടങ്ങിയിട്ട്? മനസ്സിൽ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ മേഖല, അതായത് ചെങ്ങന്നൂർ, ചാരുമൂട് തുടങ്ങിയ മേഖലയിൽ കാട്ടുപന്നി ശല്യമുണ്ട്. അവിടെ വനമില്ലെങ്കിലും ഈ 2018 മഹാപ്രളയ സമയത്ത് ഒഴുകി വന്ന കാട്ടുപന്നികൾ പെറ്റുപെരുകി അവിടെ കൃഷിയൊക്കെ നശിപ്പിക്കാറുണ്ട്. പിന്നെ പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാലിലൂടെയും പന്നി ആ കിഴക്കൻ മേഖലയിലൊക്കെ ഒഴുകി വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അവിടുത്തെ ഭൂപ്രകൃതിയും പന്നിക്ക് വസിക്കാനുള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം അവിടെ മലയും ചെറിയ കുന്നും റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പാടശേഖരങ്ങൾ നിറഞ്ഞ കുട്ടനാട്ടിലേക്ക് പന്നി എത്തുന്നത് ആളുകൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കാട്ടുപന്നി വരാൻ ഒരു സാഹചര്യവും അതിന് വളരാൻ പറ്റുന്ന യാതൊരു വിധമായ ചുറ്റുപാടുമില്ലാത്തൊരു പ്രദേശമാണ് കുട്ടനാട്. വിശാലമായ പാടശേഖരങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ ഒക്കെയാണുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാർത്ത നൽകിയത് തീരമേഖല ആറാട്ടുപുഴ കടലിനോട് തൊട്ടടുത്ത കണ്ടല്ലൂർ കാട്ടുപന്നിയുടെ ഭീതിയിലാണ് 2 ആഴ്ചയായിട്ട് മനുഷ്യർ. ഈ പള്ളിപ്പാട് എന്നുള്ളൊരു പ്രദേശം എൻ്റെ നാടാണ്. അവിടെയും പാടങ്ങളൊക്കെയാണ് ധാരാളം. അവിടെയും കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയെ കണ്ടിരുന്നു. ഇപ്പോൾ വിയ്യപുരത്ത്, കുട്ടനാടിൻ്റെ ഒരു ഹൃദയഭാഗമെന്നോ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ ഒരു തെക്കേ അറ്റമെന്നൊക്കെ നമുക്ക് പറയാവുന്ന വിയ്യപുരത്ത് പാടശേഖരത്തിനോട് ചേർന്ന് നെല്ല് കൃഷി ചെയ്യുന്ന പാടശേഖരത്തിനോട് ചേർന്നത്തെ പറമ്പിലാണ് കാട്ടുപന്നിയെ കണ്ടത്. സ്വാഭാവികമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു വലിയ കൗതുകമാണ്. സാധാരണ നിലയിൽ TV-യിലും മൊബൈലിലും ഒക്കെ കണ്ടിട്ടുള്ള കാട്ടുപന്നി കൺമുന്നിലെത്തിയതിൻ്റെ ഒരു കൗതുകമായിരുന്നു കുട്ടനാട്ടുകാർക്ക്. വേഗം തന്നെ വിവരം പോലീസിനെയും ഒപ്പം തന്നെ വനംവകുപ്പിനെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ തിരുവല്ലയിൽ നിന്ന് ഇതിന് പരിശീലനം പന്നിയെ വെടിവെച്ചു കൊല്ലാൻ ലൈസൻസും പരിശീലനമൊക്കെ ലഭിച്ചിട്ടുള്ള സുരേഷ് കുമാറിനെ വിളിച്ചു വരുത്തി പന്നിയെ വെടിവെച്ചു കൊന്നു. എന്തായാലും സാധാരണ നിലയിൽ നമ്മൾ മലയോര മേഖലയിലൊക്കെയാണ് ഈ കാട്ടുപന്നിയുടെയൊക്കെ ശല്യത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ ചെയ്യുന്നത്, കൃഷി നശിപ്പിച്ചതായിട്ട് വാർത്തകൾ ചെയ്യുന്നത്. പക്ഷേ കാടില്ലാത്ത, വലിയ കാവുകൾ പോലും ഇല്ലാത്ത കുട്ടനാട്ടിലും ഇപ്പോൾ കാട്ടുപന്നി എത്തിയിരിക്കുന്നു. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ആളുകളെ 2 പേർക്ക് മറ്റൊരു കാര്യം, ഇന്നലെ മാന്നാറിൽ ഈ റോഡിൽ കൂടി കടന്നുപോയ കാട്ടുപന്നിയെ കണ്ട് പേടിച്ച് സൈക്കിളിൽ നിന്ന് വീണ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അങ്ങനെ വനമില്ലാത്ത, വലിയ കാവുകൾ പോലും ഇല്ലാത്ത ആലപ്പുഴയിലും ഇപ്പോൾ ആളുകൾ കാട്ടുപന്നിയുടെ ഭീതിയിലേക്ക് മാറിയിരിക്കുകയാണ്.